എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലേഷ്യ വീഡിയോ സീരീസിൻ്റെ വീഡിയോകളാണ് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മലേഷ്യയിലെത്തിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും കോലാലംപൂർ സിറ്റിയിലെത്തിയിട്ട് അധികം ദിവസം ആയിട്ടില്ല. കോലാലംപൂർ സിറ്റിയുടെ പുറത്തുള്ള പുത്രജയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോണത്. ഇന്നലെ രാത്രി ഇവിടുത്തെ സ്ട്രീറ്റിൽ വെച്ച് മ്യൂസിക് ബാൻഡൊക്കെ കണ്ട് വൈകിയാണ് ഞങ്ങൾ കിടന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് ഇന്ന് ഞങ്ങൾ പുറപ്പെടാനായിട്ട് റെഡിയായത്. ഞങ്ങൾ സ്റ്റേ ചെയ്യണ ബുക്കിറ്റ് ബിൻഡാങ്ങിൽ നിന്ന് പുത്രജയ വരെ ട്രെയിൻ എത്താനായിട്ടാണ് ഞങ്ങൾ പരിപാടി ഇട്ടേക്കണത്. സിറ്റിയിൽ നിന്ന് പുത്രജയയിലേക്കുള്ള ട്രെയിനുകൾ പുറപ്പെടുന്നത് KL സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഞങ്ങളപ്പോൾ ആദ്യം ബുക്കിറ്റ് ബിൻഡാങ്ങിൽ നിന്ന് KL സെൻട്രൽ സ്റ്റേഷൻ വരെ എത്തണം. ഞങ്ങളുടെ ഹോട്ടലിനോട് തൊട്ട് ചേർന്നുള്ള മോണോ റെയിൽ സ്റ്റേഷനിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയേക്കണത്. ബുക്കിറ്റ് ബിൻഡാങ് മോണോ റെയിൽ സ്റ്റേഷൻ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഇവിടുന്ന് KL സെൻട്രൽ വരെ നോർമൽ ട്രെയിനുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഫ്രീക്വൻസി കുറവായതുകൊണ്ടാണ് ഞങ്ങൾ മോണോ റെയിൽ തന്നെ ചൂസ് ചെയ്തത്. സ്റ്റേഷനിൽ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ എത്തി. നോർമൽ ട്രെയിനുകൾ വെച്ച് നോക്കുമ്പോൾ മോണോ റെയിലിന് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ. പിന്നെ സിറ്റിയിൽ ഒട്ടുമിക്ക അട്രാക്ഷനുകളുടെ അടുത്തേക്ക് കൂടെ കടന്നു പോകണ കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനായിട്ട് സൗകര്യം മോണോ റെയിലാണ്. രാവിലെ വൈകിട്ടുള്ള പീക്ക് അവേഴ്സിൽ ഈ മോണോ റെയിലിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. അധികം താമസിക്കാണ്ട് ഞങ്ങൾ KL സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടുന്ന് അടുത്ത ട്രെയിന് വേണം ഞങ്ങൾക്ക് പുത്രജയയിലേക്ക് എത്തിച്ചേരാനായിട്ട്. കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള റൂട്ടിലാണ് ഈ പുത്രജയ എന്ന് പറഞ്ഞ സ്ഥലം. പലപ്പോഴും പാക്കേജ് ടൂറുകളിൽ ഒന്നില്ലെങ്കിൽ എയർപോർട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴോ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പുത്രജയ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോലാലംപൂർ കുറച്ച് ദിവസം ഉള്ളത് കാരണം പുത്രജയ്ക്ക് വേണ്ടി ഒരു ദിവസം ഫുള്ള് മാറ്റി വയ്ക്കാൻ പറ്റി. കാര്യം എയർപോർട്ടും പുത്രജയെല്ലാം ഒറ്റ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ KLA എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിൻ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടിലാണ് നിർത്തുന്നത്. KLA ട്രാൻസിറ്റ് എന്ന് പേരുള്ള ട്രെയിനിലാണ് ഞങ്ങൾക്ക് കയറേണ്ടത്. രണ്ട് ട്രെയിനുകൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് KL സെൻട്രലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അധികം താമസിക്കാണ്ട് ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ എത്തി. ഏകദേശം 20-30 മിനിറ്റാണ് ഞങ്ങൾക്ക് KL സെൻട്രലിൽ നിന്ന് പുത്രജയ വരെ എത്താനായിട്ട് എടുത്തത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചുകൂടി ദൂരം പോയിട്ട് വേണം പുത്രജയയിലെ അട്രാക്ഷൻസിലേക്ക് ഞങ്ങൾക്ക് എത്താനായിട്ട്.
റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു മീറ്റർ ടാക്സി വിളിച്ചാണ് ഞങ്ങൾ പുത്രജയയിലെ മെയിൻ ഭാഗത്തേക്ക് പോണത്. ഞങ്ങൾ കോലാലംപൂരിലേക്ക് എത്തിയിട്ട് ഇത്രയും ദിവസം പബ്ലിക് ട്രാൻസ്പോർട്ടും ട്രെയിനും യൂസ് ചെയ്തായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ടാക്സി വിളിക്കുന്നത് തന്നെ. കുറച്ച് നേരം ഓടിയപ്പോഴേക്കും റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു പൂന്തോട്ടം പോലെയുള്ള ഏരിയയിൽ പുത്രജയയുടെ ബോർഡ് ഞങ്ങൾ കണ്ട്. മലേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻ്ററാണ് പുത്രജയ. കോലാലംപൂർ സിറ്റിയിലെ ഓവർ ക്രൗഡിങ് കാരണം 1999 മലേഷ്യയുടെ അഡ്മിനിസ്ട്രേഷൻ കോലാലംപൂരിൻ്റെ അടുത്ത് തന്നെയുള്ള പുത്രജയയിലേക്ക് മാറ്റിയത്. കോലാലംപൂർ സിറ്റിയിൽ നിന്ന് പുത്രജയയിലേക്ക് ഏകദേശം 38 കിലോമീറ്റർ ദൂരമാണുള്ളത്. അധികം താമസിക്കാണ്ട് ഞങ്ങൾ പുത്രജയയിലെ മെയിൻ അട്രാക്ഷൻസ് ഉള്ള ഏരിയയിലേക്ക് എത്തി. ഉത്ര സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത്. ഈ ഒരു സ്ക്വയറിനോട് ചേർന്നാണ് ഇവിടുത്തെ ഒട്ടുമിക്ക അട്രാക്ഷൻസും ഉള്ളത്. മലേഷ്യയിലെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസാണ് നമ്മളിവിടെ വലത്തെ സൈഡിൽ കാണുന്നത്. ഇവിടെയുള്ള പുത്രജയ ലേക്കിനോട് ചേർന്നാണ് എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഉള്ളത്. ഈ ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം നട്ടുച്ച സമയമായതും കൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോണില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് താഴത്തേക്ക് പോണത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടൂറിസ്റ്റുകളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ നമുക്ക് കാണാം അവിടെ. ഞങ്ങൾ താഴത്തേക്ക് കിടന്ന് ഇപ്പം ലേക്കിൻ്റെ അടുത്തേക്ക് എത്തി. ലേക്കിൽ ഇപ്പോഴും ബോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെരി ബാവാസൻ എന്ന പേരുള്ള ബ്രിഡ്ജാണ് നമ്മൾ നേരെ അറ്റത്ത് കാണുന്നത്. ഈ പുത്രജയ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൻമെയ്ഡ് ലേക്കാണ്. 1995 എസ്റ്റാബ്ലിഷ് ചെയ്ത പുത്രജയ മലേഷ്യയിലെ ഒരു പ്ലാന്റ് സിറ്റിയാണ്. ഈ ലേക്കിൻ്റെ തീരത്ത് കാണുന്ന ഈ ഒരു ബിൽഡിംഗാണ് പുത്ര മോസ്ക്. ഏകദേശം 15,000 ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാൻ പറ്റണ ഈ ഒരു മോസ്ക് പണി കഴിഞ്ഞത് 1999. പുത്രജയ ലേക്കിൻ്റെ തീരത്ത് നല്ല ഭംഗിയുള്ള ലൊക്കേഷനിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യണത്. ഞങ്ങളിപ്പോൾ ലേക്കിൻ്റെ അടുത്ത് നിന്ന് നടന്ന് പുത്ര സ്ക്വയറിൻ്റെ നടുഭാഗത്തേക്ക് എത്തി. ഇവിടെ ഈ പുത്ര സ്ക്വയറിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസും പുത്ര മോസ്കും തൊട്ട് ചേർന്ന് തന്നെയാണ് ഉള്ളത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇതൊക്കെയെങ്കിലും നട്ടുച്ചയ്ക്കുള്ള നല്ല പൊരിഞ്ഞ വെയിൽ കാരണം കാര്യമായിട്ടുള്ള ആളുകളൊന്നും ഈ പരിസരത്തേക്ക് ഇന്ന് എത്തിയിട്ടില്ല. കുറച്ചു നേരം വെയിലത്ത് നിന്ന് കരിഞ്ഞൊക്കെ തുടങ്ങിയതോടുകൂടി ഞങ്ങളും തിരിച്ചു പോകാനായിട്ടുള്ള പരിപാടികൾ നോക്കി തുടങ്ങി. ഇവിടുത്തെ ഓൺലൈൻ ടാക്സി ആപ്പായിട്ടുള്ള ഗ്രാബ് വഴി ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു ടാക്സി ബുക്ക് ചെയ്ത്. ഉത്തര സ്ക്വയറിൽ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന വഴിക്ക് ഇടത്തെ സൈഡിലായിട്ട് നമുക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടുത്ത് കാണാൻ പറ്റും. അധികം താമസിക്കാണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ സ്റ്റോപ്പ് ഒന്നുമില്ലാണ്ട് ഈ കിടന്നു പോണ ട്രെയിനാണ് KLIA എക്സ്പ്രസ്.
അതിന് പിന്നാലെ തൊട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ട്രെയിനും പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഹോട്ടലിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നത്. ഉത്രജയ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ആ പരിസരത്തുള്ള ചെറിയ മാളുകളിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങി. അതിനുശേഷം ഏകദേശം വൈകുന്നേരം ആയതോടുകൂടിയാണ് ഞങ്ങൾ വീണ്ടും ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഞങ്ങളിപ്പോൾ ബുക്കിറ്റ് ബിൻഡാങ് മെയിൻ ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ജംഗ്ഷനിൽ തന്നെ കാണുന്ന ലോട്ടൺ എന്ന് പറയുന്നത് ഒരു മാളാണ്. വൈകുന്നേരം ആയതോടുകൂടി ഈ പരിസരത്ത് റോഡെല്ലാം തെറ്റില്ലാത്ത രീതിയിൽ തിരക്കായി തുടങ്ങി. ഞങ്ങൾ കെയിനൊരു ടോയ് അന്വേഷിച്ചുകൊണ്ട് തൊട്ടടുത്ത മാളിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഇത് വാങ്ങാനായിട്ടുള്ളൊരു ഷോപ്പും പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് മാളുകളുടെ ഒരു കേന്ദ്രമുണ്ടായി ഈ ഒരു ഏരിയ. എപ്പോഴും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ബുക്കിറ്റ് ബിൻഡാങ് എന്ന് പറയുന്ന സ്ഥലം. രാത്രിയാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും പകലാണെങ്കിലും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിസരത്തേക്കൂടെ. ഈ പരിസരം ഇത്രയും ആക്റ്റീവായതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ റൂം എടുത്തതും. നേരത്തെ കണ്ട ലോട്ടൺ മാളിനോട് ചേർന്ന് തന്നെയാണ് ഈ കാണുന്ന ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞ മാളും ഉള്ളത്. ഈ കാണുന്ന പവിലിയൻ മാളിലാണ് ഞങ്ങൾക്ക് കയറേണ്ടത്. ഇവിടെ ലെഗോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഷോപ്പ് തപ്പിയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. കാര്യം ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് അധികം ദൂരമൊന്നും ഇല്ലെങ്കിലും കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് സമയം എടുത്തു ഇവിടെ എത്താനായിട്ട്. പിന്നെ ഈ ഒരു പവിലിയൻ മാളിൻ്റെ അകത്തുനിന്ന് കോലാലംപൂർ ട്വിൻ ടവറിൻ്റെ അടുത്ത് വരെ നീണ്ടു നിൽക്കണ ഏകദേശം 1 കിലോമീറ്ററുള്ളൊരു വാക്ക് വേ ഇവിടുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഫുട്ഫാളുള്ളൊരു മാളുകളിലൊന്നാണത്. ഏകദേശം 700ഓളം റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉള്ള ഈ ഒരു മാള് കോലാലംപൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. മലേഷ്യയിലെയും അതുപോലെ തന്നെ പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെയും ഷോപ്പുകൾ ഇതിൻ്റെ അകത്തുണ്ട്. പണ്ട് ഇങ്ങനത്തെ മാളുകളൊക്കെ നമുക്കൊരു ആശ്ചര്യമായിരുന്നെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതെല്ലാം വന്നതോടുകൂടി നമുക്കിതൊരു സംഭവം അല്ലാണ്ടായി മാറി.
ഈ ടോയ് ഷോപ്പ് അന്വേഷിച്ച് ഞങ്ങൾ ഈ ഷോപ്പിംഗ് മാളിൻ്റെ ഏറ്റവും മേലിൻ്റെ നില വരെ എത്തി. നമ്മുടെ നാട്ടിൽ ഇതുവരെ കാണാത്തൊരു സംഭവമാണിത്. ഈ കാണുന്ന കിയോസ്കിൽ നിന്ന് നമുക്ക് പവർ ബാങ്ക് റെൻറ്റിന് എടുക്കാവുന്ന ഒരു സംവിധാനമാണിത്. ഇതുപോലത്തെ 5 കിയോസ്കുകളാണ് നിരത്തി വെച്ചേക്കണത് ഇവിടെ. ഇതിൽ നിന്ന് കുറേ പവർ ബാങ്കുകൾ ആളുകൾ റെൻറ്റിന് എടുത്തിട്ടുമുണ്ട്. അങ്ങനെ കുറച്ച് അധികം നേരം കറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷിച്ച് കിടന്ന ലെഗോയുടെ ഷോപ്പ് കണ്ടുപിടിച്ച്. ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം ആ ലെഗോ ഷോപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നല്ല ഹാപ്പി ആയിട്ടാണ് പുള്ളി തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുന്നത്.